Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് സ്മരണാഞ്ജലി. കാലടി ബ്രഹ്മാനന്ദോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആചരണം നടത്തി. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ച ധീരസൈനികരെ അനുസ്മരിച്ചു. ആദരസൂചകമായി കാർഗിൽ സ്മരണയ്ക്കായി വൃക്ഷത്തൈ നടുകയും ചെയ്തു. ഹെഡ്മാസ്റ്റർ കെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. എതിർപ്പുകളുണ്ടായി പോരാട്ടങ്ങൾ നടത്തേണ്ടിയിരുന്നു. തുടർന്നാണ് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനുമായി യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു. വീണ്ടും ഇതിലൂടെ നമ്മെ ആക്രമിക്കുവാനായി എത്തിയ ഈ പറഞ്ഞ ഒരു പടയാളികളും ഭീകരന്മാരും അതുപോലെ അയൽരാജ്യത്തിന്റെ പട്ടാളക്കാരും. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ സ്കൂൾ മാനേജർ ശ്രീവിദ്യാനന്ദ്ജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. First time it was happened during 1960-61 between India and China war. Because of our strategical mistake and wrong decision, we lost that war against China. Second war, we can say, the freedom movement of Bangladesh to make it a free country. Our Indian army, our Indian soldiers secretly helped, supported and won the battle in Bangladesh and made Bangladesh become a free country and handed over to them. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ധീര സൈനികനും മെഡിക്കൽ ഓഫീസറുമായ മേജർ വിക്ടർ ജയ് ഫെർണാണ്ടസ് NCC കേഡറ്റുകളുമായി കാർഗിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. ആദ്യം നമ്മൾ ഇന്നർവെയറും അതിന്റെ പുറത്ത് തെർമൽസും അതിന്റെ പുറത്ത് വേറൊരു ഇന്നർവെയറും അതിന്റെ പുറത്ത് ഉള്ളക്ഷത്തിന്റെ പുറത്താണ് നമ്മൾ ജാക്കറ്റ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കരടിയുടെ കൂടുതൽ അവസ്ഥയിലാണ്. ശരിക്കും ഇതിന്റെ ഷൂ ഫ്ലെക്സിബിൾ ഷൂ അല്ല. അവിടുത്തെ വേറൊരു പ്രശ്നം പറയും, നമ്മൾ ഈ ഷൂ ഇട്ടിട്ട് പോകുമ്പോൾ ഈ ഷൂ ശരിക്കും റോബോട്ടിക് ടൈപ്പ് ഷൂസ് ആയി. നമ്മൾ റോബോട്ട്സിന്റെ കാലിലല്ലേ കഴിക്കുന്നത്. കാരണം നൈറ്റ് ആയിട്ട് കഴിയുമ്പോൾ സ്നോ രാവിലെ കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, കാണാൻ നല്ല മനോഹരം. ഇങ്ങനെ പ്രസ് ചെയ്തില്ല നമ്മുടെ ബോംബെ കൂട്ടായിട്ട് ഇതുപോലെ രാത്രി ആവുമ്പോൾ സംഭവിക്കുക ഇത് ഹാർഡായിട്ട് റോബോ പോലെ. അപ്പൊ നമ്മൾ കാലെടുത്താൽ പുറത്ത് വയ്ക്കുമ്പോൾ അടിയിൽ ഗ്രിപ്പില്ലാതെ നമ്മൾ നേരെ എവിടെ പോകും. യോഗത്തിൽ NCC ഓഫീസർ രഞ്ജിത്ത് ശങ്കർ, സംഗീത S ബാബു, PTA പ്രസിഡന്റ് സഞ്ജിത്ത്, അധ്യാപകനായ VV വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറിയ തീവ്രവാദികളെ അവരെ തുറക്കുകയും ടൈഗറിൽ പിടിച്ചിറക്കുകയും അവിടെ നമ്മുടെ രാജ്യത്തിന്റെ പതാക നാട്ടുകയും ചെയ്തതാണ്. നമ്മുടെ ധീരസൈനികർ അന്ന് ഏകദേശം 500 സൈനികരുടെ ജീവൻ നമുക്ക് നഷ്ടമായി. അവരുടെയെല്ലാം കഠിന പ്രയത്നം കൊണ്ടാണ് അന്ന് നമുക്ക് വിജയം നേടിയിരിക്കുന്നത്.